ഗൈസ്, സോ നമ്മളിന്ന് മൈൻഡ് ക്രാഫ്റ്റാണ് കളിക്കാൻ പോണേ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊന്ന് എൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗെയിം. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ഹാക്കോ വേൾഡ് കളിക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. ഈ ഹാക്കോ വേൾഡ് എന്ന് വെച്ചാൽ ഇതെന്തൊരു മരമല്ല, ഇത് തുള്ളൊരു കുഞ്ഞു മരം ആകെ ഒരു ചെറിയൊരു മരം. അതിനാണ് ഇത്ര മറ്റേയൊക്കെ ആണെങ്കിൽ ഇതെന്തൊരു ലാഗ്. മറ്റേ ആണെങ്കിൽ ഇവിടെ മൊത്തം മരമായാലും ഇതാണെങ്കിൽ ഒരു ചുള്ളി മരമേ ഉള്ളൂ. ഇവിടെ ആകെ ഒരു ചുള്ളി മരങ്ങളേ ഉള്ളൂ. അപ്പോൾ ഹാക്കോറാണ് കളിക്കുന്നത്. എല്ലാവരും ഒന്ന് സബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇവിടെ കുറച്ച് കോളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എടുക്കണ്ട ഗൈസ്. നമ്മളെ 4 മരം ആകും ഇതൊരു ചുള്ളി മരത്തിന്. ആകെ 4 മരം. ഈ 4 മരത്ത് വെച്ച് എന്താ വാങ്ങിക്കാൻ പോകുന്നത്. നമുക്കെന്തായാലും കുറച്ച് ആയുധങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കാം ഗൈസ്. ഫസ്റ്റ് തന്നെ ഇതുണ്ടാക്കാം ഗൈസ്. സോഡ് ഉണ്ടാക്കാൻ പറ്റിയില്ല ഗൈസ്, പണിയായി പോയി. സോഡ് ഉണ്ടാക്കാൻ പറ്റിയില്ല. അല്ലേ, സോഡ് ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ നമുക്കിത് കിട്ടിയില്ലേ ഗൈസ്. എന്തൊരു സ്റ്റിക്കില്ല നമ്മൾക്ക്. തേനീച്ച ഇങ്ങനെ കൂട് നശിപ്പിച്ചോട്ടെ. നശിപ്പിച്ചെല്ലാം കൈ വെച്ച് നശിപ്പിക്കാവോ? അയ്യോ എന്നെ അടിച്ചോ. എൻ്റെ പൊന്നെ, ഓടിക്കോ. ഹാക്കോറാണ്. അവൻ്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിക്കാൻ പാടില്ല. എൻ്റെ അടുത്ത് ചെന്ന് കയറി കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. എപ്പോഴാണ് അതിൻ്റെ എഫക്റ്റ്? ഓക്കെ. ഇത്രയും പാടുകളാണോ ആ ഒരു തേനീച്ച? ഞാൻ അറിയാതെ തേനീച്ച അടിച്ചു പോയി. ഞാൻ തേനീച്ച അടിച്ച് കുറച്ച് ടൂളൊക്കെ ഉണ്ടാക്കാനാണ്. പിന്നെ കല്ല് തന്നെ ഫസ്റ്റ് ഉണ്ട്. ഒരു കല്ല് ഇവിടെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് വീഡിയോ മതി. ഞാൻ എവിടെയെങ്കിലും ഒരു ജസ്റ്റ് ഒന്ന് വീണാൽ മതി. നമ്മൾക്ക് വീഡിയോസ് എൻ്റെ ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് വീണാൽ മതി. എവിടെയെങ്കിലും ഒരു ഇഷ്ടമുള്ളൊരു എന്തെങ്കിലും സ്ഥലത്ത് വീണാൽ മതി. നമ്മൾ അതിനങ്ങാട്ട് വരുമ്പോൾ മറ്റേ ഗുഹ ചെന്ന് ചാടുന്നത് അതാകുമ്പോൾ പെട്ടെന്നാകുമല്ലോ. നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാം. പക്ഷേ ഹെൽത്ത് കൂടത്തില്ലെന്ന് തോന്നുന്നു. ആർക്കോന്ന് വെച്ചാൽ ഹാർഡ് മോഡാണ്, പക്ഷേ ഹെൽത്ത് കൂടത്തില്ല. അങ്ങനെ എന്തോ ചെറുതായിട്ട് കൂടുമെന്ന് തോന്നുന്നു. പക്ഷെ ഹാർക്കോറിലാണെങ്കിൽ ഇങ്ങനത്തെ ഹെൽത്ത് ആണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാർക്കോറിൽ ഇങ്ങനെ ഹെൽത്താണ്. സാധാ ഹെൽത്ത് പോയി എനിക്ക് ഈ ഹെൽത്തിൽ എന്തിന് ഹാർക്കോർ അറിയാൻ വേണ്ടിയായി. ഹാർക്കോറാണോ അല്ലയെന്ന് അറിയാൻ വേണ്ടിയായിരിക്കും ഇതേപോലത്തെ ഹെൽത്ത്. നമ്മൾ കുറച്ച് തോനെ നോളജ് ചെയ്തിട്ടുണ്ട്. ഇത്ര മതി ഇവിടെ കൊണ്ടുപോകാം. അതിൽ വന്ന് കയറി എടുത്തില്ല. ഇപ്പോൾ സ്റ്റിക്കില്ലേ? സ്റ്റിക്കില്ല. അപ്പോൾ കുഴപ്പമില്ല. നമുക്ക് അങ്ങനെയെങ്കിലും സ്റ്റിക്ക് ഉണ്ടാക്കി നോക്കാം. പിക്കേക്സും ഇത് മാത്രമല്ല, ഇതില്ലേ അടുത്ത് കൈ പിടിക്കാനാ. അത് കിട്ടി. ഇനി അടുത്ത് നമ്മളെ കുറച്ച് മരം വെട്ടണോ? മരം വെട്ടിയല്ലേ അല്ല. ഫസ്റ്റ് നമുക്ക് വീടിനുള്ള സെറ്റപ്പ് ഉണ്ടാക്കണോ അതോ ഫുഡിനുള്ള സെറ്റപ്പ് ഉണ്ടാക്കണം? ഫസ്റ്റ് ഫുഡിൻ്റെ സെറ്റപ്പ് ഉണ്ടാക്കണമെങ്കിൽ ബെഡിൻ്റെ സെറ്റപ്പ് ഉണ്ടാക്കാം ഗൈസ്. നമുക്കപ്പോൾ ബെഡിൻ്റെ സെറ്റപ്പ് നമുക്ക് ഉണ്ടാക്കാം. ഇതെന്തില്ല കൊന്നാ അത് ശരി. കുറച്ചേരൊക്കെ ഉണ്ട്. അമ്മണി, ഹലോ അമ്മണിക്കുട്ടി. 2 അടി അടിക്കണം അമ്മണി. ഇതെന്തില്ല ലാഗ്? ഇത് മനസ്സിലാവുന്നില്ലേ? ലാഗൊക്കെ ഈ ഗെയിമിനുണ്ടോയെന്ന് എനിക്ക് മനസ്സിലാകത്തില്ല. ഫസ്റ്റ് പ്രോട്ടീൻ ഫുഡ് വേണ്ട. എൻ്റെ പ്രോട്ടീൻ ഫുഡ് നടന്നു പോകുന്നു. ഈ ആടിന് മാത്രമൊക്കെ ഉള്ള ആടിന് 2 ആടിനെ കിട്ടി. 2 ആടിനെ കിട്ടി. ഇനിയൊരു ആടിനെയും കൂടി മതി. നമുക്ക് ഒരു ബെഡിൻ്റെ സെറ്റ് ഉണ്ടാക്കാൻ. കുറേ പേരുണ്ട് ഗൈസ് ഇവിടെ. ഞാൻ സൗണ്ട് കുറച്ച് വെച്ചേക്കുവാണ് ഗൈസ്. ഞാൻ ഫോണിലെ സൗണ്ട് ഒന്ന് കുറച്ച് വെച്ച് ഗൈസ്. എന്താണെന്ന് വെച്ചാൽ ഭയങ്കര സൗണ്ടാണ് ഗൈസ്. നല്ല സൗണ്ടാണ് ഗൈസ്. ഞാൻ സ്പീക്കറാണ്. എനിക്ക് കേൾക്കാം ഗൈസ്. എനിക്കിവിടെ കേൾക്കാൻ പറ്റും. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. ഇപ്പോൾ താണ്ട് നേരത്തെ ഞാൻ അടിച്ച് തന്നിച്ച് ഇത് കേൾക്കാണ്. ഞാൻ പോകുന്നില്ല. എന്താണെങ്കിൽ ഇവിടെ കിടന്നു ബെഡിൻ്റെ സെറ്റപ്പൊക്കെ ആയാലേ. ബെഡിൻ്റെ സെറ്റപ്പായി.
ബെഡിൻ്റെ സെറ്റപ്പ്. അയ്യോ, ഇത് ഈ മരം മുറിക്കുന്നത്, ഈ മരം ഞാൻ മുറിക്കുന്നതേ ഇല്ല. ആ മരം മുറിച്ചതിന് മരം ഇല്ല ഇവിടെ. ഇതാണ്ട മരമൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഇഷ്ടം പോണെങ്കിൽ. അല്ലാതെ ഇപ്പനാണെങ്കിൽ ഇവിടെ മൊത്തം മരമാണ്. ഇപ്പനാണെങ്കിൽ ഒരു മരം പോലും ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. അതെ, എനിക്ക് കുറച്ച് ഒരു വീടിൻ്റെ സെറ്റപ്പ് ഉണ്ടാക്കണം ഗൈസ്. കാരണം വീടിൻ്റെ സെറ്റപ്പ് ഉണ്ടാക്കിയില്ലെങ്കിൽ നമുക്ക് സേഫ്റ്റി അല്ല എവിടെയും. 3 കൂടായാലും അതിനിപ്പോൾ എന്തൊരു ബെഡ് എങ്ങനെ ഉണ്ടാക്കുന്നത്? മൊത്തം മലയാളം ഭാഷ, ഇംഗ്ലീഷ് ഭാഷ ഇഷ്ടം. ബെഡ് എങ്ങനെ ഉണ്ടാക്കുന്നത്? ബെഡ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല എനിക്ക്. ക്രാഫ്റ്റിംഗ് ടേബിൾ ഞാൻ പൊളിച്ചു കൊടുത്ത് വീണ്ടും. അല്ല, നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ അല്ലല്ലോ, അല്ലാത്ത എടുത്ത ഇത്ര കൊണ്ടാലും ആര് ഇരുപതല്ലേ. ഞാനേ ഒരു കാര്യം ചെയ്യാനേ, ഞാനൊരു തൊപ്പി ഉണ്ടാക്കട്ടെ. തൊപ്പി വളരെ തൊപ്പിയാണ്, കുഴപ്പമില്ല. എല്ലാവരുടെ തൊപ്പിയാണ്. അത്രയോ ഫർണസ്. നമുക്ക് കുറച്ചൊരു വീടിൻ്റെ സെറ്റപ്പ് ഉണ്ടാക്കിയത്. സാൻഡ് എടുത്തുണ്ടോ? സാൻഡ് ഉണ്ടോ അവിടെ? സാൻഡ് ഉണ്ടെങ്കിൽ ഞാൻ സാൻഡിൻ്റെ അടുത്തൊന്ന് വരുന്നു. എന്താ സ്ഥലം ഇത്? അയ്യോ, നമുക്കാണെങ്കിൽ ഭക്ഷണവും ഇല്ല, ഒന്നുമില്ല. ഭക്ഷണമൊക്കെ ഉണ്ട്, പക്ഷേ ഹെൽത്ത് ഇല്ലെന്നേ ഉള്ളൂ. കുഴപ്പമുള്ള കാര്യമല്ല. ഹെൽത്തൊക്കെ ഇച്ചിരി നമുക്ക് പതുക്കെ കൂടി വരും. ഇവിടെ എവിടെയെങ്കിലും ഒരു വീടുണ്ടാക്കാം. അതേ ഒരു സ്റ്റോൺ സ്ഥലമാണോ? അവിടെ എമറാൾഡൊക്കെ കാണും ഗൈസ്. ഭയങ്കര ലാഭം അവിടെ. അല്ല, സ്റ്റോൺ സ്ഥലമല്ല, സാധാ. ഇവിടെ മരമില്ലാത്ത സ്ഥലത്തൊക്കെ പ്ലെയിൻ പോലെയൊക്കെ കിടക്കും ഗൈസ്. അതെ, നമുക്ക് ഇവിടെ ഒരു വീടുണ്ടാക്കിയല്ല. ഈ കുഴിയുടെ അപ്പുറത്ത് വീടുണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ എന്തായാലും തൊലയും. എൻ്റെ കുഴിയുടെ അപ്പുറത്ത് വീടുണ്ടാക്കി കഴിഞ്ഞാൽ എന്തായാലും ഞാൻ തൊലയും. അപ്പോൾ അവിടെ എത്താൻ എത്ര മണിക്കൂർ കിടക്കുന്നു? അത് എത്തിക്കഴിഞ്ഞ് ഇനി നമുക്ക് ഇവിടെ മൊത്തം ഒന്ന് വൃത്തിയാക്കണം ഗൈസ്. ഇവിടെ വൃത്തിയാക്കി ഒന്ന് അടിച്ച് കയറ്റണം ഗൈസ്. രാത്രി ആവുന്നതിന് മുമ്പേ നമുക്ക് കയറ്റണം ഗൈസ്. ഇതാണൊരു ഇത്. രാത്രി ആവുന്നതിന് മുമ്പേ കയറ്റണം ഗൈസ്. അതെ, നമുക്ക് രാത്രി ആവുന്നതിന് മുമ്പേ ഒരു വീട് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കണം ഗൈസ്. വേഗം ഉണ്ടാക്കും. വീട്ടുകൾ വരാനുള്ള സമയമായെന്ന് തോന്നുന്നു. കുറേ മണിക്കൂർ എടുക്കും രാത്രി വരാൻ. ഒരു 2 കാലൊക്കെ ആവുമെന്നാണ് തോന്നുന്നു. എനിക്കറിഞ്ഞത് 2 ആവുന്നു. ഓ, ലാഗ് അടിക്കുന്നു. വേഗം. നമുക്ക് സമയമില്ല. ഒട്ടും സമയമില്ല. നമുക്ക് സമയമില്ലെന്ന് വെച്ചാൽ ഒട്ടും സമയമില്ല. ഇപ്പം തന്നെ ഒരു വീട് എന്തെങ്കിലും സാധനം പെട്ടെന്ന് ചെയ്യണം. കാരണം നമുക്ക് വീടിൻ്റെ സെറ്റപ്പാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാക്കത്തല്ലേന്ന്. അയ്യോ, ഈ സ്ഥലം കൂടി ഉണ്ടാക്കാൻ വേണമെങ്കിൽ ഈ സൈഡൊക്കെ ഒരു രസത്തിന് വേണ്ടി ഒരു ടോർച്ച് ഇപ്പോഴാണ് ടോർച്ച് നമുക്ക് ഉണ്ടായില്ലെന്ന്. ഇവിടെ ഒരു ഫർണസ് എന്ന് വെച്ചാൽ ഫർണസൊക്കെ ആണെങ്കിൽ പ്രൈസ് കാട്ടിയില്ലാത്തൊരു ഷവൽ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ നല്ല സ്പീഡായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് മണ്ടോൾട്ട് കാണണമെങ്കിൽ നമ്മളിങ്ങനെ സ്റ്റെപ്പ് പോലെ ഒരു സാധനം ഉണ്ടാക്കണം. രാത്രി കഴിഞ്ഞ് നമ്മൾക്കിനി എന്തെങ്കിലും മൂടണം. ജസ്റ്റ് നമുക്കൊന്ന് കോള് മുറിക്കണം. അതേണ്ട ഇയാൾ കോളല്ലേ ആയിരിക്കുന്നത്? രാത്രിയാണ് നമുക്ക് ഉറങ്ങട്ടെ. പറ്റത്തില്ല. അയ്യോ, ഇത് ഭയങ്കര പാടാണ്. ഇത് ഭയങ്കര ടാസ്ക് പിടിച്ച പരിപാടിയാണ്. എങ്ങനെയെങ്കിലും ആ കോള് മുറിക്കണം. ഭയങ്കര ടാസ്ക് പിടിച്ച പരിപാടിയായി ആ കോള് മുറിക്കാൻ. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങോട്ട് ചാടാമല്ലോ. അങ്ങനെയാണ് എൻ്റെ വിശ്വാസം. രാത്രി കഴിഞ്ഞു. ഓക്കെ, അതിനുള്ള സമയമായി. അയ്യോ, ഗുഹയിൽ പോയെങ്കിലും മെരു വയ്ക്കുക. ഉറങ്ങി ഈ ബെഡ് താപോയാനെ ഇപ്പോൾ.
എന്തിയെ? ഓ സോംബി അല്ലേ കളിക്കുന്ന? ആ ശരി, അത് ശരി, സോംബി എന്നാ കളിക്കുന്ന. കോളെന്തി എൻ്റെ കോള്? ആ കോളല്ല എൻ്റെ തൊട്ട് കാര്യം പിന്നെ എന്തിനാ കളിക്കുന്നത്? ഈ കോളല്ല എനിക്ക് വേണ്ട. അല്ല ലൈറ്റാണ് എനിക്കിപ്പോൾ വേണ്ട. അപ്പോൾ കോള് കിട്ടിയാലേ നമുക്ക് ലൈറ്റ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ടോർച്ച് ഉണ്ടാക്കാൻ വേണമെങ്കിൽ കോള് വേണം നമുക്ക്. അത് ശരി. അപ്പോൾ കോള് കിട്ടാൻ കുറച്ച് വഴി. കോള് കിട്ടാൻ എത്ര കഷ്ടപ്പെടും? ആ കോൾ എടുക്കാനാണ് കഷ്ടപ്പാട്. അതായിരിക്കുന്നു എന്താ സാധനം ഇത്? പിന്നെ അല്ലാതെ കോളല്ലാതെ പിന്നെ ഇതെന്തൊരു സാധനം? ഒരു കോൾ അല്ലെങ്കിൽ 2 കോള്, 3 കോൾ അല്ലെങ്കിൽ 4 കോള്, 5 കോൾ അല്ലെങ്കിൽ 6 കോള്, 7 കോളെങ്കിൽ എൻ്റെ പൊന്നെ ഇപ്പോൾ താഴെ വീണാണ്. ജസ്റ്റ് മിസ് ഇപ്പോൾ താഴെ വീണാണ്. ഓക്കെ, ഇനി നമുക്ക് മണ്ടകളിട്ട് വലിയ കാണാമെങ്കിലും നമ്മുടെ വീടൊരു സെറ്റപ്പാണ് ഗൈസ്. നമ്മുടെ വീടൊക്കെ സെറ്റപ്പാണ്. ഓക്കെ ഓക്കെ, ഇപ്പോൾ തൊലനെ തന്നെ ഓക്കെ. നമ്മളെ വീട് വേണ്ട. അപ്പോൾ തന്നെ നമുക്ക് ഒരു സ്ഥലം ഉണ്ടാക്കണം ഗൈസ്. ആണെങ്കിൽ 1 2 3 4 5 6 7 8 9. ഇത് ബാക്കി ഡാറ്റ വെച്ച് മൂടാനുള്ളതാണ് എൻ്റെ പ്ലാൻ. ബാക്കി എൻ്റെ ഡാറ്റ വെച്ച് തന്നെ മൂടുന്നത്. ഓക്കെ ഓക്കെ, ഇപ്പോൾ ശരിയായില്ലേ? ഏകദേശമൊക്കെ ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സ്റ്റിക്ക് ആവശ്യമുണ്ടല്ലോ. സ്റ്റിക്ക് ആവശ്യമുണ്ട്. സ്റ്റിക്ക് നമുക്ക് ഓൾറെഡി ഉണ്ട്. നമ്മൾ ബാക്കിയൊക്കെ വെച്ചു കുറച്ച് സ്റ്റിക്ക് അല്ല ടോർച്ച് നമ്മളെടുത്തു. ടോർച്ച് നമ്മൾ ഇവിടെ വെച്ചു. ഇനിയെന്ന് വെച്ചാൽ ബെഡ് ഇവിടെ വെക്കും. ബെഡ് നമ്മൾക്ക് ഇവിടെ കാഫിൻ്റെ അവിടെ നേരെ വെച്ചാലേ പറ്റുമോ? ഒക്കെ പറ്റും. നമ്മൾ ചെസ്റ്റ് എടുത്തിട്ട് നമ്മളിവിടെ വെക്കും. ഓക്കെ, ചെസ്റ്റ് നമുക്ക് ഇവിടെ വെക്കാം. ഇനി ഒരു ഓപ്ലാങ് എടുക്കണം. എന്നിട്ട് ഓപ്ലാങ് എടുത്തിട്ട് നമ്മൾ ഇവിടെ വെക്കണം. അതിന് കൊണ്ടൊരു ഇങ്ങനെ ഒരു കത്തിക്കുന്ന ഒരു തിരി വെക്കണം. നമുക്കറിയാൻ വേണ്ടിയിട്ടാണ് ഗീസിനെ എങ്ങനെ ചെയ്യുന്നത്. നമുക്കറിയാം ഗീസ് എവിടെ നമ്മളെ വീടുന്നത് അറിയാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്യുവാണ്. ചിലപ്പോൾ ഇത് സാൻഡല്ലല്ലേ ഡാർട്ടിൻ്റെ വീടല്ലേ ഗീസ്. ചിലപ്പോൾ ഇവിടെ മരം ചെയ്ത് കഴിഞ്ഞാൽ സീനാണ് ഗീസ്. ഓക്കെ, ഡാർട്ട് എല്ലാം കുറച്ച് ഡാർട്ട് ഇട്ട് തരും. കുറച്ച് ഡാർട്ട് പോലെ കുറേ വേണം. ഡാർട്ട് കുറേ വേണം. ഒരു 20 ഡാർട്ട് വേണം. അതെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് ഞാൻ പോയാ പൊട്ടി കേസിൻ്റെ ഇത് വെള്ളം കൂടി ജസ്റ്റ് അതുണ്ടാക്കി 20 മതിയാ? അല്ല 20 കാട്ടി തോനെയാണ്. അല്ല 20 മതി. 20 കാട്ടി കുറച്ച് മതിയായിരുന്നു. ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു സ്ഥലം കണ്ടുപിടിച്ചാണ് നല്ലത്. ഓ, അത് വെക്കേണ്ട ആവശ്യമില്ല അവിടെ. ഇത്ര മതിയെന്നല്ല. ഇപ്പോൾ കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. കുഴപ്പമുള്ള കാര്യമില്ല. ഓക്കെ ഇനിയൊരു മിനിയൊരു ഡോർ ഉണ്ടാക്കണം ഗൈസ്. ഡോർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഡൂർ ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് ഈ ഡൂറല്ലേ വേണ്ട, കുറച്ച് ഓപ്ലാങ്ക് മതിയല്ലോ. അല്ല ഓപ്ലാങ് ഒന്നുമില്ലേ? അല്ല ഓപ്ലാങ് ഉണ്ട്, എന്നാലും ഇച്ചിരി വെട്ടിയാൽ. ഓ ഇതെന്തൊരു ഓക്ക്? അല്ല ഇതെന്തൊരു ഓപ്ലാങ്ക് അല്ലല്ലോ, ഇത് വേറെന്തോ പ്ലാങ്കാ. ഇത് ഓപ്ലാങ്ക് അല്ല, വേറെന്തോ പ്ലാങ്ക്.
ഓക്ക് പ്ലാങ്ക് അല്ല, വേറെ എന്തോ ഒരു പ്ലാങ്ക് ആയത് അല്ല. മറ്റേ ഡോർ എടുക്കാൻ പറ്റുമോ? അത് ശരി. മറ്റേ സാധാ ഡോർ എടുക്കണമെങ്കിൽ നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിളിൻ്റെ അടുത്തോട്ട് പോകണം. അത് ശരി. ദാണ്ട ഡോർ. അയ്യോ, 3 വെച്ചെടുത്ത അതോ 2 അല്ലേ ഞാൻ എടുത്തത്? 3 വെച്ചെടുത്ത്. ഇപ്പോൾ ഒരു ഐഡിയ ഉണ്ട് നമുക്കേ. ഇവിടെ ഇതൊക്കെ പൊട്ടിച്ച് കളയണം. കാരണം ചെയ്യാൻ പോകുന്ന കളിയാണ്. ആണോ? ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പം സെറ്റായി. യെസ്, നമുക്കിവിടെ ആള് നോക്കാം. 1 2 3 4. പക്ഷേ അത്രയും പോലെ ഇത്രയും മതി നമ്മൾക്ക് ഇപ്പോൾ. ഇനി നമുക്ക് മേൽക്കൂര സെറ്റപ്പ് ചെയ്യണം. മേൽക്കൂര നമുക്ക് ഇങ്ങനെ അങ്ങ് വെക്കാമല്ലേ? ഇല്ല, മേൽക്കൂര വേണ്ട. നമുക്ക് ഇതേപോലത്തെ ഒരു ഡിസൈൻ എന്തെങ്കിലും സാധനം ഇങ്ങനെ വെക്കാം. യെസ്, ഓക്കെ. ഇപ്പോൾ സെറ്റ് ചെയ്യും. ഇത്ര മതി. നമുക്ക് അടിയിൽ മാത്രം മേൽക്കൂര മതി. മേലെ നമ്മൾക്ക് ആവശ്യമില്ല മേൽക്കൂര. സോംബിയെല്ലാം കയറിയിരിക്കാൻ വേണ്ടി നമ്മൾ ഇതങ്ങ് അടയ്ക്കണം. ചിലപ്പോൾ കൊച്ചു സോംബി കയറി വരും. അപ്പോൾ നമുക്ക് ഇതും അടയ്ക്കണം. അപ്പോൾ മണ്ട കൂടെ കയറി വരത്തില്ല. അപ്പോൾ ഇതും അടയ്ക്കണം. ഒരു സിമ്പിൾ ട്രിക്കുണ്ട് പറഞ്ഞു മീൻസ്. നമ്മൾ അതിൽ പോക്കില്ലെങ്കിൽ ഡേർട്ട് എങ്ങനെ ഉണ്ടല്ലോ നമ്മളതിൽ, ആ ഡേർട്ട് നമ്മളെടുത്തിട്ട് നമ്മളിപ്പോൾ രാത്രിയാണ് മീൻസ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സോംബിയോ അതോ എന്തെങ്കിലും സ്കെൽട്ടനോ അല്ല പിടിക്കാൻ പറ്റുമോ നമ്മളെ? അപ്പോൾ നമ്മളോടും മീൻസ് നമുക്കിപ്പോൾ ഹാഫ് ഹെൽത്താണ്. അപ്പോൾ നമ്മൾ പറഞ്ഞോടി നമ്മൾ ഇതിൻ്റെ അടി കയറാം. അല്ല കൊച്ചു സോംബി ആണെങ്കിൽ സ്പൈഡർ ആണെങ്കിൽ ഇതിലേക്ക് കൂടെ കയറി വരും. അപ്പോൾ ഇങ്ങനെ ഇങ്ങ് മൂടണം. അപ്പോൾ പിന്നെ രാത്രി ആണെങ്കിൽ നമ്മളത് തുറന്ന് നോക്കണം. അതും രാവിലെ ആയിട്ട് തുറന്ന് നോക്കണം. അല്ലെങ്കിൽ തുറന്ന് നോക്കിയാൽ എല്ലാവരും കഴിയും. അപ്പോൾ രാവിലെ നിന്ന് മുമ്പേ നമുക്ക് ഇവിടെ അങ്ങനെ ഉള്ളൂ. ഇതാരും ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ. കാരണം പിന്നെ വേറെ ഒന്നുമില്ല. നമ്മളൊരു വീടങ്ങ് ജസ്റ്റ് ഉണ്ടാക്കി ഏസിയ. അതും ഹാർക്കോർ മോഡൽ ഒരു പ്രോ തന്നെയാണ്. എന്തൊക്കെയോ പോലെയൊക്കെ തോന്നുന്നല്ലേ ഈ വീട് കണ്ടിട്ട്. ഞാൻ ഉണ്ടാക്കിയത് പോലും തോന്നില്ല. ഡയറക്ടറിൻ്റെ വീടല്ല, 2 പേരും ഉണ്ടാകുന്നതുള്ളൂ. പക്ഷേ എല്ലാവരും വിചാരിക്കും ഡയറക്ടറിൻ്റെ വീടാണ്. ഡയറക്ടറിൻ്റെ വീടല്ല ശരിക്കും തന്നെ. ഓ ലാമ അയ്യോ, ഹാഫ് എടുത്താൽ വേണ്ട. നമ്മളതിൽ ഫാണസ് ഉണ്ടല്ലേ. ഐഡിയ എൻ്റെ ബുദ്ധി എങ്ങനെ ഉണ്ടെന്ന് നോക്കണേ. 11 ഓക്ക് പ്ലാങ്ക്, 12 മീറ്റല്ല എന്താ ബീഫ്. നമ്മളാടിനെ കൊന്ന ബീഫ്, നമ്മളെ പശുവിനെ കൊന്ന മണിക്കുട്ടിയെ കൊന്ന ബീഫ്. അയ്യോ, ബാക്കി എൻ്റെ അത് ഞാൻ സാധനങ്ങൾ എടുത്തില്ല. അത് 4 കുഴപ്പമില്ല. പച്ചയ്ക്കുന്ന കുഴപ്പമില്ല. ഞാനിത് പച്ചയ്ക്കുന്ന ആളായിരുന്നു. ബാക്കിയൊക്കെ അത് റെഡിയായി കാണും. ഞാൻ പോയി അത് ഇന്നിട്ട് കാണാം. അതൊന്നും കഴിക്കുന്നില്ല. ഇതാണെങ്കിൽ കാണാൻ പറ്റും മീസിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന്. ഇതാണെങ്കിൽ അത് അല്ലാത്തൊരു സാധനം. ഓക്കെ, അതൊന്നും കിട്ടിയ ആവശ്യമില്ല. കേരളം കഴിച്ചപ്പോഴത്തേക്കും അങ്ങ് വയറുള്ളൂ. അത് ശരി. 8 ഉണ്ട് എൻ്റെ ബാക്കി. 8 ഓക്ക് പ്ലാങ്ക് 8 ഇത് കുറച്ച് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നോക്കിക്കാം. അതൊക്കെ എന്തിനിപ്പോൾ നമ്മൾ വീണ്ടും ഇത് കളിക്കുന്നതായിരിക്കും സുഹൃത്തുക്കളെ. 2 കോളൊക്കെ. ഈ ഡോറിനും ആവശ്യമില്ല, ഡോർട്ടൊന്നും ആവശ്യമില്ല. ഡോർട്ട് ആവശ്യമുണ്ട് നമുക്ക്. ഇത് മൂടണ്ട. അല്ല, ഇതാവശ്യമില്ല. എങ്ങാനും പൊട്ടിപ്പോയാലോ കഴിച്ചാലൊക്കെ. എങ്ങാനും പൊട്ടിക്കഴിഞ്ഞാൽ തീർന്ന കാര്യം. ചൂടായോ? 3 ചൂടായാലോ. അപ്പോഴത്തേക്കും ഒരു ട്രിപ്പ് പോയിട്ട് വരാം നമുക്ക്. ഇതാണെങ്കിൽ മറ്റേ മോളോണാക്കി പോയി. മറ്റേ സോളോ വിന്നറെ പോലെയല്ല ഇത്. ഒരു 5 സെക്കൻഡ് കഴിഞ്ഞാൽ രാത്രിയാവുന്നതല്ല. ഇതാണെങ്കിൽ വേറൊരു മോഡ് ഓണാക്കി വെച്ചേക്കും. അതുകൊണ്ടാണ് കുറച്ച് താമസിച്ചൊക്കെ രാത്രിയാകുന്നത്. മറ്റേതാണെങ്കിൽ ഒരു 10 സെക്കൻഡ് പോലും ആവേണ്ട ആവശ്യമില്ല. ഒരു 3 സെക്കൻഡ് മതി. അല്ല, 1 സെക്കൻഡ് മതി. അപ്പോഴത്തേക്ക് ഈ മരത്തിൻ്റെ അടുത്ത് ഈ മരമാണ്. അങ്ങനെയുള്ള സാധ്യതയില്ല. ഈ മരത്തിൻ്റെ അടുത്ത് ഈ മരം വരുന്നു. അല്ല, ഈ മരത്തിൻ്റെ അടുത്തും അല്ല, ഈ മരം എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? താഴോട്ട് വിടടോ. ഇതുപോലെ റിയലിസ്റ്റിക് മൈൻക്രാഫ്റ്റ് ആണെങ്കിൽ ഇങ്ങനെ ഒട്ടിയിരിക്കത്തില്ല. താഴെ വീണെല്ലാം നശിച്ചേനെ. എൻ്റെ വീട് വരെ നശിച്ചേനെ. ഈ സാധനം ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നമ്മൾ ഇതിനകത്ത് വീണ് ചത്തോളും. ക്രൈപ്പറൊന്നും വന്നു അതിനെ ചത്ത്. അത് തീർന്നു. ഭക്ഷണം കിട്ടി. എന്നെന്തൊക്കെ ചൂടാക്കണം? ഇനിയൊന്നും ചൂടാക്കണ്ടല്ല.
ഡയറക്റ്റാ ചൂടാക്കാനോ? വേണ്ട, എനിക്ക് വീണ്ടും ചൂടാക്കണ്ട എൻ്റെ സാധനങ്ങളൊന്നും ചൂടാക്കാൻ സാധിക്കില്ല. അയ്യോ അത് ശരി, രാത്രിയായി. കറക്റ്റ് സമയം. ഞാൻ രാത്രിയാണെന്ന് വിചാരിച്ചൊന്ന് ഇറങ്ങാൻ പോയതാ. അയ്യോ സോളില്ല എൻ്റെ കയ്യിൽ. അയ്യോ ഒരു സോള ഉണ്ടാക്കിയിട്ടുള്ളൂ. അത് ശരി, ഒരു സോളേ ഉണ്ടാക്കും. അയ്യോ കൈപ്പറന്ന് വിചാരിച്ചു. എൻ്റെ ചെരുപ്പ് കണ്ടിട്ട് എന്തുവാ കൈപ്പറാന്ന് വിചാരിച്ചു. അത്ര ഒരു മണ്ടനാണ്. അയ്യോ വീണ്ടും രാത്രിയാവുന്നു. എന്താ ഇന്ന് രാവിലെ എണീറ്റല്ലോ? അല്ല, സൂര്യൻ വന്നു തുടങ്ങി. ചന്ദ്രൻ പോയി. ചന്ദ്രൻ അവരെ കടയിൽ പോയി. ഇതല്ല നമ്മൾ ഫസ്റ്റ് വെട്ട മരം. അല്ല, നമ്മൾ സെക്കൻഡ് വെട്ടിയ മരം. ഇനിയുണ്ടോ അതിനകത്ത് ഇത്? ഇനിയുണ്ട്. അത് ശരി. അപ്പൊരു കാര്യം ചെയ്യാം നമ്മൾക്ക്. ഇനി നമുക്ക് വീട്ടിലിട്ടോ. ഇനി നമുക്ക് വീട്ടിലോട്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ, അപ്പോൾ ഉണ്ടല്ലോ നമ്മൾക്ക് നിൽക്ക് ഇതൊക്കെ അടിച്ചുവിട്ടിട്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ എന്തായാലും ഇടുന്നതായിരിക്കും വീഡിയോ. നമ്മളെന്തിനെങ്ങനെ അടിച്ചൊന്ന് ആരും കയറി വരാതിരിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ ആരെങ്കിലും കയറി വരും, നമ്മളെ കൊന്നു പോകും. നമ്മളിവിടെ ഇരിക്കാം. അപ്പോൾ കൊള്ളാം. നമ്മൾ കിടന്നുറങ്ങുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ. ഞാൻ പോവാണ്.